എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹപ്രദമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഇന്ന് 1201 ആണ്ട് മകരമാസം 27-ാം തീയതി 10/2/2026 ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അനുകൂലമായി കാണുന്നു. ഭഗവതിയെയും പ്രാർത്ഥിക്കുന്നതും വളരെയധികം അനുകൂലമായി കാണുന്നു. എല്ലാവരും അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥനകളിൽ മുഴുകുക. ആദ്യമായി നമുക്ക് അതുപോലെ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വന്നേക്കാം. ചില അപവാദങ്ങൾക്കും അപമാനങ്ങൾക്കും ഒക്കെ പാത്രീഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. കൈമോശം വന്ന വസ്തുക്കൾ തിരിച്ചു കിട്ടുവാനും സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ലഭിക്കുന്നതാണ്. പങ്കാളിയുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ച് വ്യാകുലപ്പെടുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പങ്കാളിക്ക് വേണ്ട അനുചിതമായ ചികിത്സകൾ ലഭിക്കുവാൻ ഉച്ചയ്ക്ക് ശേഷം സാധ്യത കാണുന്നു. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത് കണ്ട് മനസ്സന്തോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശങ്ങളുമായി ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വിദേശങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ വിഭാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ, ഏജൻസികൾക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകളുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് ചില ദൗർഭാഗ്യങ്ങൾ വന്ന് സംഭവിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് നിയമപരമായ കാര്യങ്ങളെല്ലാം ചിട്ടയോടുകൂടി തന്നെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതാണ്. തൊഴിലിൽ വരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. കൺസ്ട്രക്ഷൻ നടത്തുന്നവർക്കും തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് സാധ്യത കാണുന്നു. റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കുക. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ വരുന്ന ചില മാറ്റങ്ങൾ മൂലം ചില മനക്ലേശങ്ങൾ ഉണ്ടാകുന്നതൊഴിച്ചാൽ പൊതുവിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കും. വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനം കൊള്ളുവാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ സന്താനങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും അനുകൂലമായ തീരുമാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയാണ്. വലിയ സ്ഥാനത്തിരിക്കുന്നവരുമായി ബന്ധപ്പെടുവാനും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുവാനും സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ഉന്നതന്മാരുമായി ചർച്ച ചെയ്ത് സ്വന്തം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതിയിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. എന്നാൽ തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങുന്നവർ ശ്രദ്ധിക്കുക, ചില അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൃഹോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാതിരിക്കുക. എത്ര തിരക്കാണെങ്കിലും പ്ലഗെല്ലാം ഉപയോഗിക്കുമ്പോൾ നനഞ്ഞ കൈകൊണ്ട് ഉപയോഗിക്കാതെയോ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ചില മുറിവുകൾ, ചതവുകൾ, ഉടവുകളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. വീഴ്ചയ്ക്ക് സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധിച്ച് ഭക്തിയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഫലപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. പ്രൊമോഷനുകൾ ലഭിക്കുവാനും അത് സ്വന്തം നാടിനടുത്ത് അല്ലെങ്കിൽ വീടിനടുത്ത് ലഭിക്കുവാനും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. ദീർഘകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾക്ക് ഒരു പരിണാമം ഉണ്ടാകത്തക്ക രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമാണ്. എന്നാൽ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തികച്ചും വിപരീതമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സർജറി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ ചില വീഴ്ചകൾ വരാനൊക്കെ സാധ്യതയുണ്ട്. ജലസംബന്ധമായ ചില അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നീന്തൽ, പുതിയ ബോട്ട് യാത്ര അതൊക്കെ ഇന്നത്തെ ദിവസം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മോശമായ ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നിരാശ ഉളവാകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല, പൂയ, ആയില്യ. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണപ്രദമായ കാര്യങ്ങൾ ഉച്ചവരെ ഉണ്ടാവുകയില്ല. പ്രതീക്ഷിച്ചിരിക്കാത്ത കലഹങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതിയിൽ വരുന്ന മാറ്റം മൂലം ചിലപ്പോൾ സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ട് ദേഷ്യപ്പെടുവാനും അതുമൂലം വലിയ കലഹങ്ങൾ ഉരുത്തിരിയാനും ഒക്കെ സാധ്യതയുണ്ട്. വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവർക്ക്
ഇന്നത്തെ ദിവസം വളരെ പ്രതികൂലമായിരിക്കും. അവയിൽ നിന്ന് ക്ഷതമേക്കുവാനുമൊക്കെ സാധ്യത കാണുന്നു. അതേപോലെ വളർത്തു മൃഗങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാനുമൊക്കെ സാധ്യത കാണുന്നു എന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ആവശ്യമില്ലാത്ത എടുത്തുചാട്ടം അവസാനിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. സുഹൃത്തുക്കളുമായി സമയം പങ്കുവച്ച് പ്രശ്നങ്ങളിൽ ചെന്ന് വീഴുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. കരുതലോടുകൂടി മുമ്പോട്ട് പോകുക. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും എടുക്കുക. വാഹനത്തിൻ്റെ പിന്നിൽ സഞ്ചരിക്കുന്നവർ ഹെൽമറ്റ് ധരിക്കുക. ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂര, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമായിരിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട ചില ആൾക്കാർ ചില സമ്മാനങ്ങൾ തരുന്നതായിട്ട് കാണുന്നു. ഇഷ്ടപ്പെട്ട ആളുകളുമായി ഒത്തുചേരുവാനും സഞ്ചരിക്കുവാനുമൊക്കെ യോഗം തിരിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. കൂട്ടായ്മയുള്ളവർക്ക് അല്ലെങ്കിൽ കൂട്ടത്തോടെ യാത്ര ചെയ്യുന്നവർക്ക്, ട്രാവൽ ഏജൻസി നടത്തുന്നവർക്ക്, വാഹനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായി വിസയോ അല്ലെങ്കിൽ യാത്രാ സൗകര്യമോ ഒക്കെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരയാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സങ്കീർണമായ ചില പ്രശ്നങ്ങളിൽ ചെന്നുപെടുവാൻ സാധ്യതയുണ്ട്. ഉരുക്കഴിച്ച് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം കാര്യക്ഷമമായ ഒരു കാര്യവും ചെയ്യാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും. നിയമപരമായ ജോലികൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. കേസ്, വഴക്ക് എല്ലാം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ കാര്യങ്ങളാണ് സംഭവിക്കുക. വിവാഹം വേർപെടുത്താനായി നിർബന്ധിതരാകുന്ന സാഹചര്യമുള്ളവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അതേപോലെ വിവാഹ കാര്യങ്ങൾ നടക്കുവാനായിട്ട് ചില തടസ്സങ്ങളും ഉള്ള ഒരു ദിവസമായിരിക്കും. കമിതാക്കൾക്ക് വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ ചില മാറ്റങ്ങൾ അനുകൂലമായിട്ട് വരുന്നതായിട്ട് കാണുന്നു. ബന്ധുമിത്രാദികളിൽ ചിലർക്ക് സന്തോഷകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നത് കണ്ട് സന്തോഷിക്കുവാനും സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷയ്ക്കും ഉത്കണ്ഠയ്ക്കുമൊക്കെ ഒരു പരിധിവരെ മാറ്റം വരുന്ന ഒരു ദിവസമായിരിക്കും. സന്താനങ്ങളിൽ ആർക്കെങ്കിലും ജോലി ലഭിക്കുവാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായ ഒരു ദിവസമായിരിക്കില്ല. ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ വരുന്ന ദിവസമാണ്. എന്നാൽ അപ്രതീക്ഷിതമായ ചില ധനം വന്നു ചേരാനായിട്ടൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. അതുപോലെ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായ ദിവസമായിരിക്കില്ല. ലോട്ടറി തുടങ്ങിയ കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമാണ്. എന്നാൽ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, സംഘടനകൾക്ക് ഒന്നും ഇന്നത്തെ ദിവസം വളരെ ഗുണപ്രദമായിരിക്കുകയില്ല. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലാനിടം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്ന ദിവസമായിരിക്കും. സമയോചിതമായ പ്രവർത്തനം മൂലം ചില കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുന്നതിൽ അഭിമാനം കൊള്ളാൻ സാധ്യതയുണ്ട്. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് ബന്ധുക്കളിൽ നിന്ന് വളരെ സഹകരണം ലഭിക്കുകയും പുതിയ സുഹൃത്തുക്കളുമായി സംഗമിക്കുവാനോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി കണ്ടുമുട്ടി മനസ്സമാധാനം വീണ്ടെടുക്കാനും ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. നേത്രരോഗം അനുഭവിക്കുന്നവർക്ക് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. നേത്ര ചികിത്സയ്ക്കുള്ള സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വാദസംബന്ധമായ അസുഖമുള്ളവർക്കും ഇന്നത്തെ ദിവസം വാദം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ബാധിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വർദ്ധിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. വിദ്യാർത്ഥികൾക്ക് മുൻപോട്ടുള്ള പഠനത്തിന് വഴി തെളിഞ്ഞു വരുന്നു എന്ന ആശ്വാസമുണ്ടാകുന്ന ദിവസമാണ്. നഷ്ടപ്പെട്ട ധനം കുറച്ചൊക്കെ തിരിച്ചു കിട്ടാനും സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. വളരെയധികം ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അസുഖങ്ങൾ കുറയുന്നതായിട്ട് കാണുന്നു.
മാതാപിതാക്കൾക്ക് ചില അനിഷ്ടതകളും അനിഷ്ട സംഭവങ്ങളുമൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതിയിൽ വരുന്ന മാറ്റം മനഃപ്രയാസം ഉണ്ടാക്കിയേക്കാം. അതേപോലെ സന്താനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായ ദിവസമായിരിക്കില്ല. വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്ക് നിരാശ ഉണ്ടാകുന്ന ചില വാർത്തകൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. സന്താനങ്ങളുടെ ഉന്നമനം കണ്ട് വളരെ സന്തോഷമുണ്ടാകാനും സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. പൊതുപ്രവർത്തകർക്ക് ഇന്നത്തെ ദിവസം ചില വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. ആയുധം കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക്, ഭൂമിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ അപകട സാധ്യത കാണുന്നു. എല്ലാ തരത്തിലും ഈശ്വരൻ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണ, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശങ്ങൾക്ക് ശമനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് യാത്രകൾ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. വാക്കുകളുടെ പാരുഷ്യം മൂലം ബന്ധുമിത്രാദികൾക്ക് അപ്രിയമുണ്ടാകുവാനും അവരുമായി അകന്നു പോകുവാനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കുമെന്ന്. സന്താനങ്ങൾക്ക് വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്ക് അനുകൂലമായിരിക്കുമെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായ ഒരു ദിവസമായിരിക്കുകയില്ല. ഇന്ന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, വാണിങ്ങുകൾ ലഭിച്ചേക്കാം, അല്ലെങ്കിൽ ജോലി തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന ചെയ്യുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന മുടങ്ങാതെ ചെയ്യുക ഒക്കെയാണ് ഇതിന് പരിഹാരമായിട്ട് കാണുന്നത്. എല്ലാവരും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ആരോഗ്യസ്ഥിതിയിൽ വളരെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥ അനുഭവിക്കുന്നവർക്കും ആശ്വാസകരമായ ചികിത്സ ലഭിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. മനസ്സിനെ നമ്മൾ എപ്പോഴും നിയന്ത്രിക്കേണ്ടത് എല്ലാവർക്കും അത്യാവശ്യമാണ്. മനസ്സിനെ അടിമയാകാതിരിക്കുക, മനസ്സിനെ നമ്മുടെ അടിമയാക്കുക, പരിധിക്ക് നിർത്തുക. മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്കും ശ്വാസരോഗങ്ങൾ അല്ലെങ്കിൽ വീസിങ് പോലെയുള്ള അസുഖങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കും ഇന്നത് വർദ്ധിക്കുവാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. ധന ചെലവിനും അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്യുന്നതിനുള്ള അശ്രദ്ധ മൂലവും ധനനഷ്ടത്തിനുമൊക്കെ സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നവർക്കെല്ലാം ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. കലാകാരന്മാർക്ക് ഏറ്റവും യോജിച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും വളരെ നല്ല ദിവസമായി കാണുന്നു. അടുത്തായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. ചില മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് പരിഹാരം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദേശ കാര്യങ്ങളുമായി കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർക്ക് ചില വിയോഗങ്ങളോ വേർപാടോ ഉണ്ടാകുന്നതറിഞ്ഞ് ചെറിയ മനപ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഉച്ചയോടുകൂടി പരിഹരിക്കപ്പെടുന്നതാണ്. സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. ഓരോ കാര്യങ്ങളും വളരെ കാൽക്കുലേഷനോടുകൂടി കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ജോലി സംബന്ധമായി കുറച്ച് ജോലി ഭാരം വർദ്ധിക്കുന്നത് മൂലം ചില ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. ഭാരമുള്ള വസ്തുക്കൾ എടുത്തുകൊണ്ട് സ്റ്റെപ്പ് കയറുന്നതും അമിതഭാരം ചുമക്കുന്നതുമൊക്കെ ഒഴിവാക്കേണ്ടത് നല്ലതായിരിക്കും. നട്ടെല്ലിന് ക്ഷതമേക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതെ ഇരിക്കുക. ഇന്ന് നട്ടെല്ലിന് ക്ഷീണം വരുന്നൊരു ദിവസമാണ്. അതുപോലെ മുട്ടുവേദന വർദ്ധിക്കുവാനും സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വാതരോഗത്തിൻ്റെ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത് അധികരിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. അതുപോലെ ഏതെങ്കിലും രോഗം മൂലം കഷ്ടപ്പെടുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായിരിക്കുകയില്ല. പെട്ടെന്നുള്ള ഭാഗ്യം വന്നു ചേരുന്നതായിട്ട് കാണുന്നു. ഭാഗ്യം കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. 7:30 ശനിക്കാലമായതുകൊണ്ട് ശനിദേവനെ പ്രാർത്ഥിക്കുക, ശനൈശ്വരനെ പ്രാർത്ഥിക്കുക.
അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ശാസ്താക്ഷേത്ര ദർശനം, പ്രദക്ഷിണം, ശിവക്ഷേത്ര ദർശനം ഒക്കെ വളരെയധികം ഗുണപ്രദമാണ്. ഹനുമാൻ ക്ഷേത്രത്തിലും നീരാഞ്ജനം നടത്തുന്നതൊക്കെ വളരെ ഗുണപ്രദമായിരിക്കും. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. നാളെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. എല്ലാവർക്കും ഈശ്വരാധീനം വേണ്ടുവോളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് പിരിയാം.